അവർ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെ പിള്ളേരൊക്കെ സൗകര്യം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് ഈ കുഞ്ഞുങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഈ കുഞ്ഞിനെ തണുപ്പത്താന്ന് വെച്ച് കിടത്തുന്നത് വേറെ നിവർത്തിയില്ല സാറേ, ഇവിടെ തന്നെ കിടന്നത്. ഈ കട മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് രാത്രി. എല്ലാ കുട്ടികളും സ്കൂളിന് അവധി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, ഇവരൊരിക്കലും അവധി കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം സ്കൂളിൽ പോയാലേ വിശപ്പകറ്റാം ഇല്ലേ മോനെ? സാധനങ്ങളെല്ലാം പറക്കി താത്ത് ഇതിന്റെ ഈ ഡെസ്ക് മേല് അടിയിൽ വെച്ചിട്ട് അതിലെ മേല് കയറ്റി കിടത്തിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഈ ഡെസ്കല്ലിരുന്ന് നേരം അവർക്ക് രണ്ടുപേർക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളതിൽ. മഴയായതും ഇന്നലെ ഇത് മൊത്തത്തിൽ ഇടിഞ്ഞു പറഞ്ഞു. എന്തായാലും മോനെ ഈ അവസ്ഥയൊക്കെ മാറും കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാം ശരിയാവും. തൽക്കാലം ഒരു വാടക വീടെങ്കിലും ഞാൻ എനിക്ക് എടുത്തു തന്ന് സഹായിക്കണം. എല്ലാരോടും ഞാൻ അപേക്ഷിക്കണം. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല? ഇന്ന് സ്കൂളിൽ പോയിട്ടാണ് ചോറുണ്ടായി. രാവിലെ പ്രഭാത ഭക്ഷണമുണ്ട്, പിന്നെ ഉച്ചയ്ക്കും ഉണ്ട്. രാവിലെ സ്കൂളിൽ നിന്ന് പ്രഭാത ഭക്ഷണവും ഉണ്ട്, ഉച്ചയ്ക്കും ആഹാരം ഉണ്ടല്ലേ? നമസ്കാരം. എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് സങ്കടമെന്ന് പറഞ്ഞാൽ ഹൃദയഭേദകമായൊരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ പുനലൂരിനും പത്തനാപുരത്തിനും ഇടയിലുള്ള മുക്കടവ് എന്ന് പറഞ്ഞൊരു പ്രദേശമാണിത്. ഈ റോഡ് വശത്ത് കച്ചവടം നടന്നൊരു ചേച്ചിയാണിത്. ചേച്ചിയുടെ പേര് ശ്രീജ എന്നാണ്. ചേച്ചിക്ക് കയറിക്കിടക്കാൻ ഒരു വീടില്ല. ചേച്ചി ഈ ഒരു റോഡ് വശത്തെ ഈ ഒരു കടയുടെ ഷെഡിലാണ് ഈ രണ്ടു മക്കളെയും കൊണ്ട് അന്തി ഉറങ്ങുന്നത്. ഒരു മാസത്തോളമായിട്ട് ചേച്ചി ഈ ഒരു കടയിലാണ് കിടന്നുറങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നാട്ടിലെല്ലാം മഴയാണ്, കോരിച്ചൊഴിയുന്ന മഴയാണ്. ഇന്നലെയൊക്കെയാണെങ്കിൽ തോരാ മഴയാണ്. ആ മഴയത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കണ്ടേ ഇവിടെയാണ് കിടന്നത്. മോനെ, മഴവെള്ളമൊക്കെ ഇന്നലെ ദേഹത്തൊക്കെ വീണോ? ഒരുപാട് വെള്ളം പുറത്തോടൊക്കെ ഈ സൈഡിൽ നിന്നൊക്കെ വീണില്ലയോ? രാവിലൊക്കെ മഴ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? മോന്റെ പേരെന്തുവാ? അനന്തു. എന്റെ പേരാട്ടോ, എന്റെ പേര് അനന്തു എന്നാ കേട്ടോ. ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്, മറവി രോഗമുണ്ടും. ഇവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർ കയറിക്കിടക്കാൻ ഒരു വീട് മതി. വീട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, താൽക്കാലികമായിട്ടൊരു വാടക വീടെങ്കിലും മതി ഇല്ലേ? സ്വന്തമായി സ്ഥലവും വീടൊന്നും ഇല്ല. താൽക്കാലികമായ ഒരു ഷെഡ് അടിച്ചാൽ വെട്ടിത്തിട്ട് ജംഗ്ഷനിലൊരു കട തുടങ്ങിയത്. അവിടെ കടയിൽ നിന്ന് കച്ചവടം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സീസൺ കച്ചവടത്തിനായിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അവിടെ കടയിലുള്ള സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇതുവരെ ഞങ്ങൾ കച്ചവടം ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ കടയിലൊന്നുമില്ല, നമ്മുടെ കയ്യിലും പൈസ ഇല്ല. കിഡ്നി സംബന്ധമായിട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ലിവർ സംബന്ധമായിട്ടും. എനിക്ക് തണുപ്പടിക്കുമ്പോൾ എൻ്റെ പുറത്തിനൊക്കെ വേദനയൊക്കെ ആയി. ഇന്ന് 2 ദിവസം കൊണ്ട് തണുപ്പായപ്പോൾ എനിക്ക് കാലിനൊക്കെ നീരും വേദനയായിട്ടുണ്ട്. ഇന്ന് 3 കവർ പാലെടുത്ത് കടമെടുത്തിട്ട് ചെയ്തപ്പോൾ എനിക്ക് ചായ പോയിട്ടില്ല. അതിപ്പോൾ അടപ്പില് നടന്നില്ല. ഇല്ല, ആ പാൽ അതേപോലെ ഇരിക്കുന്നുണ്ട്. രാവിലെ നടന്നില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഭക്ഷണം മേടിച്ചു കൊടുക്കും? അറിയില്ല സാറേ, എനിക്കറിയില്ല എങ്ങനെ എൻ്റെ ജീവിതവും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതവും എങ്ങനെ പോകുന്നു. തൽക്കാലം ഒരു വാടക വീടെങ്കിലും ഞാൻ എനിക്ക് എടുത്തു തന്ന് സഹായിക്കണം. ഈ വീഡിയോ കാണുന്നവർ എല്ലാരോടും ഞാൻ അപേക്ഷിക്കണം. ഈ കുഞ്ഞിനെ തണുപ്പത്താന്ന് വെച്ച് കിടത്തുന്നത് വേറെ നിവർത്തിയില്ല സാറേ. ഇതിനകത്ത് ചാക്കൊക്കെ താത്തിട്ട് പിടിച്ചിട്ടിട്ട് അതിന്റെ മണ്ടയിൽ പായിട്ട് തുണിയിട്ട് നല്ലതായിട്ട് കിടത്ത്. എന്നാലും ഒരു സമയം ഇവര് ഉരുണ്ട് കളിക്കുമ്പോ അതങ്ങ് പോകും. കടയിൽ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കും ചെലവിന് ബുദ്ധിമുട്ടും. പിള്ളേർക്ക് ഡെയിലി അവർക്ക് തന്നെ 20 രൂപ വെച്ചിട്ട് ഡെയിലി വണ്ടിക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അവർക്ക് പരീക്ഷയ്ക്ക് പേപ്പറായാലും ആഹാരം ആയാലും എല്ലാം കാശ് വേണം. ഒരു വീട് വേണം. കിഡ്നിയുടെ പ്രശ്നമുണ്ട്, ലിവറിന്റെ പ്രശ്നമുണ്ട്, യൂട്രസ് മഴ, മനസ്സിനുള്ള തണ്ണവും വിഷമമുണ്ട്. ഇന്നലെ എവിടെ മോനെ കിടന്നേ? ഇതിന്റെ അകത്താ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഒരു സൗണ്ട് കേട്ട് അന്നേരം ഇതൊക്കെ വെള്ളമൊക്കെ വന്ന് അന്നേരം ഇവിടെ പകുതിയും ഇങ്ങനെ ഫുള്ളും പോയി. കൂട്ടുകാർക്കും ടീച്ചർമാർക്കൊക്കെ അറിയാമോ മോനിങ്ങനെ കിടക്കുന്നതെന്നൊക്കെ? കുറച്ച് ടീച്ചർമാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുമോ, ഞങ്ങൾക്ക് വാടക വീടായാലും തൽക്കാലത്തേക്ക് മതി. ഒരു പെട്ടിക്കട ഉൾഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, റോഡ് വശത്ത് ഒരു ടാർപോളിൻ വിരിച്ച് അതിനകത്തൊരു പെട്ടിക്കട. അവിടെയാണ് ഈ 2 കുഞ്ഞുങ്ങളും ഉറങ്ങുന്നതും പഠിക്കുന്നതും എല്ലാം. സത്യം പറഞ്ഞ ഒരു വല്ലാത്ത സാഹചര്യമാണ്. ഈ കോരിച്ചൊഴിയുന്ന മഴയത്ത് ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു ഷെഡിൽ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അസുഖക്കാരൻ കൂടിയാണ് ഈ മോൻ. ഈ മോന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്, തണുപ്പൊക്കെ അടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കാണുന്ന ഏതെങ്കിലും നല്ല മനുഷ്യരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കയറിക്കിടക്കാൻ താൽക്കാലികമായിട്ടൊരു വാടക വീടിന് വേണ്ടിയുള്ള സൗകര്യമെങ്കിലും ഒരുക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്.